ഹലോ മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എല്ലാവരും എന്തു ചെയ്യുന്നു? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് എൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ്. സ്കിന്ന് വൈറ്റനിങ് ആയിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് അല്ലേ? അപ്പോൾ എപ്പോഴും സ്കിന്ന് നല്ല കളറും ഗ്ലോ ആയിട്ട് ഇരിക്കാനുള്ള ആഗ്രഹമില്ലാത്തവർ ചുരുക്കമേ ഉണ്ടാവുകയുള്ളൂ. ചുരുക്കമല്ല, ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെറും 3 സാധനം മാത്രം മതി. അത് വെച്ചിട്ട് സ്കിന്ന് നമുക്ക് എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കും ചെയ്യുക. എപ്പോഴും നല്ല കളറ് കിട്ടാനും ഇത് സഹായിക്കും കേട്ടോ. ഞാനിത് മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈ 3 കൂടി വാങ്ങാൻ ആകെ വെറും 136 രൂപയേ ആയിട്ടുള്ളൂ. ഇങ്ങനെ വാങ്ങുമ്പോഴാണ് ലാഭം. ഓരോന്ന് വേറെ വേറെ വാങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ പോലെ തോന്നും. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മെല്ലെ തുടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ ഒരു ടവൽ വെച്ചിട്ടോ. ഒരുപാട് ഫേസ് എപ്പോൾ കഴുകി തുടക്കുമ്പോഴും അമർത്തി തുടക്കരുത്. സെൻസിറ്റീവ് സ്കിന്നാണ് ഫേസിൽ. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്ത് തുടക്കാൻ പാടില്ല. പിന്നെ ഈ ഗ്ലിസറിനും ഇതുപോലെ കുറച്ചൊരു 3-4 തുള്ളി എടുത്തിട്ട് ഇതുപോലൊരു ബൗൾ എടുത്തോളൂ. കയ്യിലിങ്ങനെ ഓരോന്നോരോന്ന് ഇതാക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതുപോലൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിൽ ഗ്ലിസറിന് 2-3 തുള്ളി, പിന്നെ വളരെ കുറച്ച് മതി കേട്ടോ. കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത്ര കുറച്ചെടുത്താൽ തന്നെ നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി തേൽക്കാൻ ഉള്ളത് അതിൽ ബാലൻസ് ഉണ്ടാവും. വളരെ കുറേശ്ശെ എടുത്താൽ മതി. അങ്ങനെ 3ഉം ഈ റോസ് വാട്ടർ, ഗ്ലിസറിന്, അലോവേറ ജെല്ല്, ഈ 3 സാധനം മതി. ഫേസ് എപ്പോഴും ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് കളറ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ സ്കിന്ന് എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കും. അത് ഒഴിക്കുമ്പോഴേക്കും ബെഡിൽ കുറച്ച് പോയി. എനിക്ക് ക്യാമറ പിടിക്കാനൊന്നും ആളില്ല. ഞാൻ എന്നിട്ട് ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് കൈ ആ സൈഡിൽ എങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ റോസ് വാട്ടറും അലോവേറ ജെല്ലും ഗ്ലിസറിനും 3ഉം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ അങ്ങനെ സ്ലോലി ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് അങ്ങനെ ഒരത്തി തേക്കൊന്നും വേണ്ട. ഇത് തേച്ചാൽ നമ്മുടെ ഫേസിലത്തെ വാട്ടർ കണ്ടൻറ്റ് അങ്ങനെ നിൽക്കും. പെട്ടെന്ന് ഡ്രൈ ആവില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഫേസിൽ. ഒഴിവ് കിട്ടുന്ന സമയത്ത് രാവിലെ ഞാൻ കിടക്കാൻ നേരത്താണ് ഫേസ് ക്ലീൻ ചെയ്തിട്ട് തേക്കുന്നത്. അങ്ങനെ തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു യൂസാവും. നമ്മൾ കിടക്കണ മുന്നേ തേച്ചാൽ കുറേ നേരം ഫേസിൽ അത് നിൽക്കുമല്ലോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ആരും മുഖം കഴുകാൻ പോവില്ലല്ലോ. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അല്ലാതെ എനിക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് വെറുതെ പറയുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ ഇടണം. ഇനി എന്തെങ്കിലും പറ്റാത്തതുണ്ടെങ്കിൽ അതും പറയണം. വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ആരുടെയും ഹെൽപ്പില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ തെറ്റുകളുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞാൻ പറഞ്ഞത് മറക്കല്ലേ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.